ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒക്കെ കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നല്ലോ നേരം വൈകി. നമ്മൾ ഇന്ന് അല്ല 9 മണി വന്നില്ലേ? 9 മണിക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പോയോണ്ടിരിക്കണോളൂ. തിരുമ്പലൊക്കെ കഴിച്ചാണ്ടായിട്ടൊന്ന് പോകണം. നാത്തൂന് പോകാണ്ടല്ലേ. പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തിന്. അപ്പോൾ അതിനൊക്കെ റെഡിയാക്കാനൊക്കെ നമ്മളെ നാത്തൂന് എഞ്ചിനീയറാട്ടോ. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു മാറ്റം വരുത്താനൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ തിരുമ്പലൊക്കെ കഴിച്ച് പോകുന്നു. അപ്പോൾ പോയോണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ പണിക്കാർക്കുള്ള സ്പെഷ്യലാണ് അല്ലേ? ചെമ്മീന്, അയില. നമ്മൾ വന്ന് നമ്മളെ പണികളൊക്കെ തുടങ്ങിയില്ലേ? പിന്നെ പണികളൊക്കെ തുടങ്ങി. ഇത് കടായിട്ടോ, ചെമ്മീൻ കടായിക്കുള്ള ഇതാണ്. അതേപോലെ ഇത് കറി, മീൻ കറി. അപ്പോൾ ചിന്നതവിടെ വെള്ളടി കഴിഞ്ഞു. വെള്ളം അടിച്ച് കൊണ്ടുപോയി കൊടുത്ത്. അപ്പോൾ അതൊക്കെയാണ് പണി. ഞാൻ കുറച്ച് പാത്രം മോറാണ്ട്. അങ്ങനെ അതെ പണികളൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനും ഒക്കെ ആയി അല്ലേ? ചോറും പണിക്കാരുണ്ട്. കൊടുത്തിട്ടില്ല. സമയം ഇപ്പൊ 12:30 ആയി. പിന്നെ ആരൊക്കെ ചോദിക്കുന്നുണ്ട്, 2 വീടാണോ ഉണ്ടാക്കണത്, ഒരു വീടാണോ ഉണ്ടാക്കണത്? ഒരു വീടായിട്ട് ഉണ്ടാക്കണത്. തറവാട് വീടാണ് ഉണ്ടാക്കണത്. നമ്മള് വേറെ പോയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളും ഞൈക്കന്നെ കേറണത്. അപ്പൊ 2 വീടൊന്നും ഉണ്ടാക്കണില്ല, ഒരു വീട് തന്നെ ഉണ്ടാക്കണുള്ളൂ. അതില് നമ്മൾ കുടിക്കല് കഴിഞ്ഞ് കേറിയിട്ടാണ് പിന്നെ ഞങ്ങളൊക്കെ പോവുള്ളൂ. വേറെ വേറെ ഉണ്ടാക്കി പോവുള്ളൂ. അപ്പൊ ഇപ്പൊ ഉണ്ടാക്കണത് ഒരു വീട് തന്നെയാണ്. അപ്പൊ നിക്കണ വീട് കുറച്ച് പൊളിച്ചുണ്ട് അല്ലേ? അനിയത്തി ഏട്ടത്തിയാണോ? പുതിയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും, അറിയാത്തോലായിരിക്കും ചോദിക്കണത്. നമ്മളെ ഇളച്ചി മൂത്തച്ചി കേട്ടോ. ഞാൻ ഇളച്ചി, ചിന്നു മൂത്തച്ചി. അപ്പോൾ നമ്മൾ പറഞ്ഞു. പക്ഷെ പുതിയ ആൾക്കാരായിരിക്കും, അതുകൊണ്ടാണ് അറിയാഞ്ഞിട്ട് ചോദിക്കായിരിക്കും. പിന്നെ എന്തോ ഇല്ലേനിയോ അത് നമ്മക്കറിയില്ല. വിഗല്ല ടൈസം ഓളവിടെ വള്ളത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓളിന്നും ഞങ്ങളപ്പം അങ്ങോട്ട് പോകുന്നുണ്ട് അല്ലേ? ഇന്നലെ ഉണ്ടായിന് ഞങ്ങളപ്പം അങ്ങോട്ട് പോകുന്നതിന്, ഇന്നും ഞങ്ങളപ്പം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. ചോറ് കൊടുത്തിട്ട് അങ്ങോട്ട് പോകണം. ഒരു വൈകിയ വന്നത്, കുറേ കഴിഞ്ഞാരേ വന്നു. 11:30 അതിന് വന്നപ്പോൾ. അപ്പൊ ഇനിയിപ്പോൾ ചോറ് എപ്പോഴാണ് തിന്നാന്നൊന്നും അറിയില്ല. കമന്റിനൊന്നും പിന്നെ റിപ്ലൈ കൊടുത്തില്ല കേട്ടോ അല്ലേ? കമന്റ് ഇങ്ങനെ വായിച്ചു പോകുന്നല്ലാതെ റിപ്ലൈ കൊടുത്തിട്ടില്ല, കൊടുക്കാനും നിന്നിട്ടുമില്ല. അപ്പൊ പിന്നെ ആരാ ചോദിച്ചാൽ എത്ര മക്കളാണെന്നുള്ള അതൊക്കെ നമ്മള് പറഞ്ഞു. പുതിയ ആൾക്കാർക്ക് അറിയാത്തോണ്ടായിരിക്കും. അപ്പൊ എത്ര മക്കളാ വെച്ചാല് ആൺകുട്ടികൾ എത്രയെന്നാട്ടോ ചോദിച്ചത്? 3 ആൺകുട്ടികളാട്ടോ. ചിന്നു മൂത്തത്, അല്ല ഓരൊക്കെ മൂത്തത്. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ഓ കല്യാണം കഴിച്ചിട്ടില്ല. 3 ആൺകുട്ടികളും ഒരു മോളും കേട്ടോ. ഒരു മോളുകള്. ആ മോളോടെ ആയിട്ട് നമ്മളിപ്പോ നിക്കണത്. പിന്നെ മലപ്പുറാണോന്ന്? മലപ്പുറാണ് കേട്ടോ. മലപ്പുറം തന്നെയാണ് നമ്മള്. മലപ്പുറം ജില്ല, പക്ഷെ വാഴക്കാട്, സ്ഥലം വാഴക്കാട്. പിന്നെന്താ, നമ്മക്ക് സുഖം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണ് പണി. ഇനിയിപ്പോ പോയി കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ പണിക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇനി നമ്മള് മെല്ലെ പറയണത് ഇനി കേക്കോ ഇല്ലേന്നൊന്നും അറിയില്ലല്ലേ? പുറത്തുനിന്ന് JCBന്റെ ഒക്കെ ആ സൗണ്ടും ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് ബാക്കി പറയാം. അതാ നമ്മൾ ഇവിടെ എത്തി അല്ലേ?
അപ്പൊ ഇവിടെ എത്തി കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പിന്നെ ഇവിടെ എത്തിയിട്ട് എടുക്കാന്ന് പറഞ്ഞ് നിർത്തിയത്. ഇനി അങ്ങനെ ഇവിടെ എത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഞാനാട്ടൊന്ന് ആദ്യം പോകുന്നത്. ഐസമോള് നിലവിളിച്ചപ്പോ പിന്നെ അവിടെ JCB ഒക്കെ പൊടിയൊക്കെ പാറി ചുമരൊക്കെ പൊളിച്ചപ്പോ പൊടിയൊക്കെ പാറി. ഇപ്പൊ ഞാന് വേഗം പോന്ന്. പിന്നെ നല്ലോ നേരം വൈകി, ചോറ് കൊടുക്കാനും നേരം വൈകി. അപ്പൊ ചിന്നു പിന്നെ ചോറൊക്കെ കൊടുത്ത് അവിടെ അടിച്ചേരി തുടച്ചാരൊക്കെ പോകുന്നത്. ഞാൻ പിന്നെ അതിന്റെ മുന്നേ പോന്ന്. ഞാൻ ഇവിടെ എത്തി എന്റെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞപ്പോത്തിനും ചിന്നു എത്തില്ലേ. അപ്പൊ എല്ലാരും സംശയമൊക്കെ മാറി കരുതണല്ലേ, എത്ര മക്കളാണ് ഒക്കെ ചോദിച്ചതിനുള്ളൊക്കെ അതൊക്കെ തന്നെ ചോദിച്ചിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മള് ഒഴിവുണ്ടെങ്കിൽ ഒരു Q&A ചെയ്യണ്ട് അല്ലേ, അങ്ങനെ ചെയ്യാ. അവിടുത്തെ ഹോം ടൂർ കാണിച്ചു തരണ്ട് നമ്മള്. നമുക്ക് ഇന്ന് നമ്മള് മറ്റേ ഹോം ടൂർ ഇട്ടാലോ, നാളെ നമ്മള് പഴയ പേരിന്റെ അത് ഞങ്ങൾ ഡിലീറ്റ് ആക്കിയാട്ട്. അത് ഡിലീറ്റ് ആക്കാനൊരു കാരണമുണ്ട്, വെറുതെ പറ ഡിലീറ്റ് ആക്കൂലല്ലോ അല്ലേ. അപ്പൊ ഞങ്ങൾ ഡിലീറ്റ് ആക്കിയതേനി. അപ്പൊ അത് ഞങ്ങൾ ഒന്നും കൂടി ഇട്ടരണ്ട്. പിന്നെന്താ, ഇപ്പൊ ഞങ്ങളുള്ളത് ചിന്നുന്റെ റൂമിലാട്ടോ. അപ്പൊ നമ്മക്ക് എന്റെ റൂമെന്നൊന്നും പറയാൻ റൂമില്ലല്ലേ, റൂമ് വീടൊന്നും ഇല്ല. അപ്പൊ ഇപ്പൊ ഇവിടെ മുകളില് ഒരു റൂമുണ്ട്, അങ്ങനെ ഉള്ളു മാത്രമേ തേച്ചിട്ടുള്ളൂ, പുറമൊന്നും തേച്ചില്ല. അപ്പൊ അവിടെയാണ് ഇപ്പൊ നമ്മള് ഇരിക്കണത്. ഇത് ഓല് യൂസ് ചെയ്യലൊന്നും ഇല്ലേനിട്ടോ ഈ റൂമ്. വരുന്നേന്റെ തലേന്ന് തന്നെയല്ലേ, വരുന്നതിന്റെ തലേന്ന് ഞാനും അന്ന് രാവിലെ വന്നിക്കാണ്ട് ഞാനും നാത്തൂനും ഇവിടെ ആകെ അടിച്ച് തുടച്ച് കേക്ക്, ജനാലൊക്കെ കേക്കിയതാട്ടോ. ജനാലമ്മലൊക്കെ നിറച്ച് എത്തിയനി പൊടിയും മാറാലൊക്കെ ഇനില്ലേ. ഒക്കെ വെള്ളം അടിച്ച് കേക്കൊക്കെ ഉണ്ടാക്കി ഒരു റൂമാക്കി എടുത്ത്. ഈ റൂമിനെ ഞാൻ വിചാരിച്ചിനി ബിഫോർ ആഫ്റ്റർ എടുത്താലോ, റൂമിന്റെ കോലം പിന്നെ എടുത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടാളെന്നെ ഉള്ളു കേട്ടോ ഇവിടെ, വേറെ ആരും ഇല്ല. ഐസമോളും ഉറങ്ങാണ്. ഓള് ഇന്നേരം വെച്ച് ഉറങ്ങി. ഇപ്പൊ സമയം ഒരു 4:15 ആയി. ഓള് ഇപ്പൊ വെച്ചാണ്ടാട് ഉറങ്ങി. പാടി ഉച്ചക്ക് ഉറക്കിയിട്ട് ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ മെനക്കെട്ട് ഉറക്കിയിട്ടുമില്ല. ഇപ്പൊ ഓള് താനേ ഒക്കെ ഉറക്ക് തലേ കയറിയപ്പോ ഓള് ഉറങ്ങി. ഓ തെറ്റി പോയതാട്ടോ. അവന്റെ ഉമ്മനെ കാണാല്ല പറഞ്ഞാണ്ട് ഓൻ തെറ്റി അവിടെ കിടക്കേന്. ഇപ്പൊ മെല്ലെ നീച്ച് വരിക. ചിന്നു ഇപ്പൊ വന്ന് കുളിയൊക്കെ കഴിഞ്ഞിപ്പൊ കടക്കേന്. ഇപ്പൊ പറഞ്ഞു വരി നമുക്ക് വീഡിയോ എടുക്കാൻ നീപ്പിച്ച് കൊണ്ടുവന്നത്. അപ്പൊ പഴം പൊരിച്ചാന്നൊക്കെ വിചാരിച്ചിനി. ഇന്ന് പഴം ഉണ്ട് ല്ലേ കൊണ്ടുവന്ന്. നല്ലോണം പൊൗത്ത പഴം ഉണ്ട് കേട്ടോ. അപ്പൊ അത് പൊരിച്ചണം നിന്നല്ലേ നമ്മള് പറയണ പൊരിച്ചണം. പക്ഷെ പൊരിച്ചില്ല. ഇന്ന് ഇല്ലേ പൊരിച്ച പൊരിക്കണ വീഡിയോ ഞാൻ ഇന്നലെ രാത്രി പിന്നെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മള് വൈൻഡപ്പ് ചെയ്യാനും വേണ്ടിട്ട് കുറച്ചെടുത്ത്. ഇപ്പൊ സമയം തികയില്ല. പിന്നെ അല്ലേ സമയം ഉണ്ടാകുമ്പോ ഞങ്ങള് എന്താ എവിടെയെങ്കിലും കിടക്കാ വിചാരിച്ചാണ്ട് കിടക്കും. അപ്പൊ പിന്നെ ഇങ്ങനെ വീഡിയോ നമുക്ക് വല്ലാതെ മെനക്കെടൂല, കിടക്കും. ഇപ്പൊ ആ കുടിരിക്കലൊക്കെ കഴിയട്ടെ ഞങ്ങളെ, മറ്റേ ഞങ്ങള് വീഡിയോ നമുക്ക് നല്ലോണം ഒന്ന് ഇറങ്ങണം അല്ലേ വിചാരിക്കണേ. എന്താവുന്നൊന്നും അറിയില്ല. സപ്പോർട്ട് ചെയ്യാ. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങളെ വീട് പൊളിച്ചാല് ഞങ്ങളോടക്ക് പോവാന്നൊക്കെ ഇനി പറഞ്ഞിനി അല്ലേ ചിന്നു. നോമ്പിനൊന്നും ഞങ്ങൾ അങ്ങനെ പോയി വിരുന്ന് നിന്നിട്ടൊന്നുമില്ല കേട്ടോ. വീട് പൊളിച്ചാല് ഏതായാലും നമ്മളോടക്ക് തന്നെ അന്ന് ഫുള്ള് പൊളിച്ച നേരത്തെ എന്നാ വിചാരിച്ചിനിയത്. നമ്മളപ്പ നിക്കണ വീട് പിന്നെ പ്ലാൻ മാറ്റി സ്ഥലം അപ്പുറത്തേക്ക് ആക്കി അവിടുന്ന് തുടങ്ങാന്ന് പറഞ്ഞ്. അപ്പൊ അവിടുന്ന് തുടങ്ങിയപ്പോ ഈ വീട് ഫുള്ള് പൊളിച്ചേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ ഇമ്മി ഇപ്പൊക്കെ അവിടെ നിക്കല്, അവിടെ റൂമും ഇതൊക്കെ ഉള്ളതിനോട് ഓല അവിടെ അപ്പൊ ഒരാൾ ഇവിടെ നിക്ക എന്നിട്ട് പോവാ അങ്ങനെ ഇനി പറഞ്ഞിനിയത്. പക്ഷെ ഇപ്പൊ ഇമ്മി ഇപ്പി അവിടെ ആയോണ്ട് നമ്മള് ഇവിടെ ആയി. ഇപ്പൊ 3 റൂമാട്ടോ ഇവിടെ. താഴെ 2 റൂമും മുകളില് റൂമും. അപ്പൊ 3 റൂമാ. മുകളില് പറഞ്ഞ ഈ റൂം മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. നമ്മള് ഹോം ടൂർ ചെയ്യല്ലേ, ഹോം ടൂർ ചെയ്യാൻ ആകെ കച്ചറയാണ്. എന്നാലും ഒന്ന് ചെയ്യണ്ടേ ഞങ്ങള്. അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഇപ്പൊ എത്തി. ചിന്നു ഇപ്പതാ കണ്ണ ആകെ ക്ഷീണിച്ചണ്.
ഇനി നല്ലൊരു കട്ടൻ ചായ കൊടുക്കണം, എന്നാലേ ഇപ്പൊ റെഡി ആവുള്ളൂ. കളിച്ച് തരും. അപ്പൊ ഇപ്പൊ എന്താ പിന്നെ പറയാ, അപ്പൊ കൊറേ നേരം അപ്പൊ നമ്മള് പഴംപൊരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചു. എപ്പോഴാ ഉണ്ടാക്കാൻ അറിയില്ല. ഓയിലില്ലല്ലോ. ഓയിൽ ഉണ്ട് കാരണം ഉണ്ട് കാരണം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പഴംപൊരി ഉണ്ടാക്കാൻ ചിലപ്പോ അറിഞ്ഞു. നമ്മള് ബേബി അറിയണതാട്ടോ ഞങ്ങളെ നാത്തൂന്, ഞങ്ങളെ പുതിയാപ്പിളന്റെ പെങ്ങള്. അതുപോലെ ഇത് ചിന്നു എല്ലാവർക്കും അറിയാം. ഞാനും മോളിട്ടു. പിന്നെ പേരില്ലേ, എന്റെ പേര് സെമീറ. അന്ന് നമ്മള് പേര് പറയാൻ മറന്നുപോയി. അപ്പൊ ഈ ജനാൽക്ക് പൊളിയില്ലട്ടോ, കറക്റ്റ മാത്രേ ഉള്ളൂ. കറക്റ്റ് ഇങ്ങനെ പാറിയത്. ചിന്നുവിന്റെ പേര് എന്റെ പേര് പറഞ്ഞോളൂ, അൻഷിത ഷെറിൻ. വലിയ പേരാട്ടോ. പിന്നെ അൻഷിത സെമീറ. പിന്നെ ചിന്നുവിന്റെ പുതിയാപ്പിളിന്റെ പേര് മുഹമ്മദ് ആരിഫ്. അൻഷിത ആരിഫ് എന്ന് പറയാം. ഞാന് സെമീറ. ഷെമീല്. ഷെമിക്ക് മുഹമ്മദ് ഒന്നും ഇല്ലല്ലോ? ഇല്ലല്ലേ, ഷെമീലെന്നോ. ഞാൻ സെമീറ ഷെമീല്. എന്റെ മകന് അയാൻ, മുഹമ്മദ് അയാൻ. എന്റേത് ഐസൽ മറിയം. അപ്പൊ അതാണ് ഞങ്ങളെ ഐസായാൻ അല്ലേ. 2 കുട്ടികൾക്കും കൂടി കൂട്ടിയിട്ടതാണ് ഐസായാൻ. അപ്പൊ പേര് ആരൊക്കെ ചോദിച്ചിന്, ഇപ്പഴല്ല കേട്ടോ, കുറച്ച് മുന്നേ. അന്ന് നമ്മള് പേര് പറഞ്ഞില്ലേനല്ലോ. പിന്നെ എനിക്ക് 23 വയസ്സ്. 25. എങ്ങായിന്നോട്ടെ. അപ്പൊ പ്രായൊക്കെ അങ്ങക്ക് ആയി അല്ലേ. താത്താരൊന്നല്ല, ആരൊക്കെ താത്താരെ താത്തന്റെ വെല്ലിന്റെ അതിന് നടുക്ക്. പിന്നെന്താ, അപ്പൊ അതിന് വന്നില്ലട്ടോ. ഇന്ന് വരുമോ? പോണമായിരുന്നു. ചിന്നു അങ്ങോട്ട് ഓനോട് ഞാൻ പറഞ്ഞിനി, തെയ്യ അങ്ങോട്ട് പോയാല് ഇമ്മക്ക് ഉപ്പൊക്കെ ആരാ ഉണ്ടാവുക പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ഇമ്മ പിന്നെ ഇടക്കിടക്ക് കാണാൻ വരും എന്നൊക്കെ പറഞ്ഞ് പോയതാ. അപ്പൊ ഇന്നക്ക് 2 ദിവസമായില്ലേ? 2 ദിവസമായിട്ടോ അവൻ പോയിട്ട്. ഇന്ന് രാവിലെ പണിക്കാരില്ലേ പോണായിരുന്നു. ഇന്ന് പണിക്കാരുണ്ടോ ഇല്ലേ അറിഞ്ഞൊക്കെ. പിന്നെ അവര് വന്ന് വന്നിട്ട് പോവാറുണ്ട്. ചിന്നുവിന്റെ ഒക്കെ പണിക്കോയത്. ചിന്നു ഇക്കാന്നാട്ടോ പറയല്. ചിന്നു കോഴിക്കോടുകാരെ പേരൊന്നും വിളിക്കാറില്ല. തന്നെ ഇക്കാന്നല്ല അങ്ങനെ വിളിക്കില്ല. ഇക്ക പറയില്ല, ഇക്കാക്കാന്ന് കൂട്ടി പറയും. അത് ഫുള്ള് മുണുങ്ങി വിടലാണ്. ഞാൻ പേരെന്നേട്ടോ പറയല്. ഇവിടെ എല്ലാരും പേരാട്ടോ. നമ്മള് പേര്. ഞാൻ ഷെമിയെന്നാ വിളിച്ചല്. ചിന്നു ഇക്ക വിളിച്ചു, ഇക്കാക്ക. പിന്നെന്താ, പിന്നെ നാത്തൂനെ ചിന്നുവിനെ ഞാൻ ചിന്നു തന്നെ വിളിച്ചല്. പിന്നെ അതേപോലെ നാത്തൂനെ ബേബി എന്ന് തന്നെ വിളിച്ചല്. ഞങ്ങൾ രണ്ടാളും ബേബി എന്ന് തന്നെ വിളിച്ചല്. ഞാൻ അങ്ങോട്ടൊക്കെ എല്ലാരും താത്തി കാക്കിയൊക്കെ കേട്ടോ. നിങ്ങളങ്ങോട്ടോ? കോഴിക്കോട് മൂത്തച്ഛായൊരു താത്ത. നമ്മളെവിടെ പിന്നെ അങ്ങനെ ഒന്നുമില്ല, പേരെന്നെ വിളിച്ചല്. ഇന്റോടെ അങ്ങനെ, ഇവിടെ അങ്ങനെ പേരെന്നെ വിളിച്ചല്. ഞാൻ വന്ന വീട്ടിലൊക്കെ ഇപ്പൊ എന്താ ഇപ്പൊ ചിന്നുവിനെ വിളിച്ചു കഴിഞ്ഞിപ്പോ ഷെമീനെ എന്താ വിളിച്ചതെന്നൊന്നും അറിയില്ലേനി. അപ്പൊ ചിന്നു ഇക്കാന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചാനും എനിക്കൊരു ലാസ്റ്റ് ഞാൻ ഷെമീനാക്കി. അതേപോലെ ബേബിന് ചിന്നുവിനൊക്കെ ഇനിയിപ്പോ താത്ത കൂട്ടേണ്ടി വരുമോ അങ്ങനെയൊക്കെ വിചാരിച്ചിനി. എന്നോട് ഫോൺ ചെയ്തൊക്കെ ചോദിച്ചില്ല എന്താ. എന്റെ നിക്കാവും കല്യാണം ഒരു ദിവസം കേട്ടോ എന്റെ. അപ്പൊ 1 മാസത്തെ ഗ്യാപ്പുള്ളേനി അല്ലേ, കാണാൻ വരവും കല്യാണം ഒക്കെ 1 മാസത്തെ ഗ്യാപ്പുള്ളേനി. അപ്പൊ അതിന്റെ ഇടക്ക് ചിന്നൂനും ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിന്നൂനും ബേബിക്കും. പിന്നെ എപ്പോഴെങ്കിലൊക്കെ അപ്പാക്കും ഉമ്മാക്കും വിളിച്ചു. ഞാൻ അധികം ചിന്നൂന് തന്നെയാണ് വിളിച്ചല്. അപ്പൊ ഇങ്ങനെ അറിയാൻ വേണ്ടി എന്റെ അടുത്താണല്ലോ നിക്ക. അപ്പൊ അറിയാനും വേണ്ടിട്ട് വിളിച്ചതാണ്. ഞാനിങ്ങനെ അടിപൊളി ചോദിക്കാൻ.
എന്തിനാ പോരൊക്കെ ഉള്ള കാലം നല്ലോണം ജീവിക്കാന്നല്ല. അതല്ല പിന്നെ അതല്ല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വേറെ വേറെ ആവും ചെയ്യും വിചാരിക്കണില്ലേ. ഇൻഷാല്ലാ. അപ്പൊ ഇനിയിപ്പൊ നമ്മക്കൊന്നും വീടൊന്നും ആയില്ലട്ടോ. അവൻ ആരൊക്കെ ചോദിച്ച് നമ്മള് തറവാട് വീട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇത് സൗകര്യമില്ല. ഞങ്ങളെ തറവാട് വീട് ചെറുതേനി. അത് ഞങ്ങളൊരു ആ വീഡിയോ ഇട്ടുതരാം. ആ വീഡിയോ ഇട്ടിട്ട് ചെറുതായതിന്റെ പേരില് ഞങ്ങളെല്ലാരും കളിയാക്കി. അങ്ങനെ ഞങ്ങളെ കളിയാക്കിട്ടേനി ഞങ്ങൾക്ക് പ്രശ്നമോ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ കമന്റിൽ വന്ന് പറയുകയാണെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഓല് വേറെ ലോലൊക്കെ വിളിച്ചു പറഞ്ഞു അല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഡിലീറ്റ് ആക്കേണ്ടി വന്നു. ആരാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളോട് പറഞ്ഞില്ല. കാണണോലായിക്കല്ലോ. ഞങ്ങളോട് പറഞ്ഞില്ല. ആരാ പറഞ്ഞെന്നൊന്നും ഞങ്ങളോട് പറഞ്ഞില്ല. അപ്പൊ പെട്ടെന്ന് ഡിലീറ്റ് ആക്കിക്കോളി ഞങ്ങൾക്ക് ചീത്ത കിട്ടി. അപ്പൊ ഞങ്ങള് ഡിലീറ്റ് ആക്കി ആ വീഡിയോ. ഇപ്പൊ ഞങ്ങൾക്ക് ഇട്ടാ പ്രശ്നം ഉണ്ടാവില്ല, കാരണം വീടൊക്കെ പൊളിച്ചില്ല. അപ്പൊ തീരെ സൗകര്യമില്ല. പിന്നെ ഓൻ കെട്ടാനും ഉണ്ടല്ലോ. അപ്പൊ ഓൻ കെട്ടാനും ഉള്ളതിനോട് നമുക്ക് സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ടാട്ടോ ഞങ്ങള് വീട് പൊളിച്ചത്. ഇനി അത് പൊന്തിട്ട് വേണം ഞങ്ങൾക്കൊക്കെ എടുക്കാൻ. ഇനി തറവാട് വീടായി നമ്മള് കുടിരിക്കലൊക്കെ കഴിഞ്ഞ് കൊറേ കഴിഞ്ഞിട്ടാണ് ഇനി നമ്മളൊക്കെ വീട് പണി നോക്കുക. പിന്നെന്താ ചിന്നു ഉറങ്ങി വെക്കുന്നുണ്ട്. ഇനി കൊറച്ചേരം ഉറങ്ങിയോട്ടെ. ഞാൻ ഉറങ്ങി ചിന്നു കിടന്നീന് കേട്ടോ. വീഡിയോ എടുക്കാറുണ്ട്. വീഡിയോ എടുക്കാൻ നിന്നതാ. അതാ പഴംപൊരി ഉണ്ടാക്കണ വീഡിയോ കാട്ടിത്തരാന്ന് ഇങ്ങനെ പറയൂ എന്നല്ലാതെ ഉണ്ടാക്കണത് എടുക്കാൻ കഴിയൂലല്ലേ. അന്നൊരു ദിവസം ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞ അന്ന് ഉണ്ടാക്കി. പക്ഷെ ആ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ഇന്നതാ 37 നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് നീച്ചു വന്ന് ഇപ്പൊ കട്ടൻ കുടിക്കല്ലേ. ചിന്നൊന്ന് പറ്റ സൈഡായി. അപ്പൊ നല്ല ക്ഷീണവും കുഴക്കമൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നെ അവിടെ കുത്തിർന്നു കേട്ടോ. മറ്റോനും ഉണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഓന്റെ അടുത്ത് ഞാനവിടെ കുത്തിർന്ന്. അപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ്. ചിന്നു ഇപ്പൊ കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കിക്കണ്. ചായ നമ്മളൊരു കുടി കുടിച്ചു. എന്നിട്ട് പിന്നെ കടിയായിട്ട് വീണ്ടും ഒരു കുടി കുടിക്കും. അങ്ങനെ നമ്മൾ ചായ കടി ഒപ്പം കുടിച്ചൊന്നും ഇല്ലല്ലേ ചിന്നു. ഞങ്ങളതാ കടി ഉണ്ടാക്കിയ കടി ഒറ്റയ്ക്ക് ഇങ്ങനെ തിന്നു. ചായ ഉണ്ടാക്കണ ചായ ഇങ്ങനെ കുടിച്ചു. ചിന്നു ഉറക്കൊന്ന് ലെവല റെഡി ആവാനും വേണ്ടിയിട്ട് എന്താ പറയാ ചായ ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ മാവൊക്കെ ഞാൻ അടിച്ച് ഇനിയിപ്പോ ഇത് പൊരിക്കട്ടെ. അപ്പൊ ഇത് ചിന്നു പഴം നല്ലോ പൊത്ത പഴം കേട്ടോ. അത് ഇന്ന് തന്നെ പൊരിച്ചില്ല, നാളെയൊക്കെ പറ്റ ഇതാവൂലേ, അതായി പോവാ. അപ്പൊ ചിന്നു പഴം അരിയാൻ പോവാണ്. അപ്പത്തിന് ഞാൻ വേഗം ചട്ടി കട്ടെ. ചട്ടി ചൂടാവാൻ ഭയങ്കര പ്രയാസ. ഇരുമ്പിന്റെ ചട്ടി ആയതിനോട് അപ്പൊ ഞാൻ ചട്ടി വെക്കട്ടെ കേട്ടോ. അപ്പൊ ഞാൻ പൊരിച്ചിനെ കാണിച്ചു തരാം. കൊറേ ഉണ്ട് കേട്ടോ പഴം അല്ലേ. പിന്നെ എന്നാള് പൊരിച്ചന്ന് തികഞ്ഞില്ല എന്നല്ല പഴം കുറവേനി. അപ്പൊ അത് ഉണ്ടായില്ല. അപ്പൊ ഇന്നുള്ള പഴം ഒക്കെ ഉണ്ട് എടുത്ത്. ഏതായാലും പൊത്ത് ഇതായി തിന്നാനാകുമ്പോത്തിന് എല്ലാരും എത്തിക്കണം. അന്നും ആരും ഇല്ലേനല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ വരും. പിന്നെ രാത്രി വന്നാണ്ട് എന്താ ഉള്ള വെച്ചു. അപ്പൊ ചിന്നുവിന്റെ അരയില് ഇതാ ഇങ്ങനെ ആയി. പഴയ അരയില് കഴിഞ്ഞ്. അപ്പൊ എണ്ണയൊക്കെ അവിടെ വെച്ചിന്, ചൂടാവാൻ വെച്ചിന്. ഇനി പൊരിക്കണ പണിയാണ്. അപ്പൊ എന്താ പഴംപൊരി പണി തുടങ്ങി കേട്ടോ. കുറച്ചൊക്കെ പൊരിച്ചോളം ഇട്ടിക്കണേ. അടിപൊളി പഴംപൊരി അല്ലേ മോളെ. ആയിരിക്കും ഞാൻ ഇനിയുണ്ടല്ലോ കൊറേ പൊരിക്കാഞ്ഞുണ്ട് കേട്ടോ. തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എന്താ ചുട്ട് കഴിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ചുട്ടുകൊണ്ട് കേട്ടോ തോനുണ്ട്. അപ്പൊ ബാങ്ക് കൊടുത്ത് നിസ്കരിക്കണം. ചൂടല് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പൊ അത്ര ഉള്ളല്ലേ മോള്. അപ്പൊ അത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. അപ്പൊ ടാറ്റ ബൈ. ടാറ്റ ബൈ.